16 ലക്ഷം രൂപയ്ക്ക് 1140 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയ ഈ ഒരു വീട് നിർമ്മിക്കാവുന്നതാണ് കേരളത്തിൽ എവിടെയും. ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ചോദിക്കും ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്. കുറച്ചുകൂടി അറിയാവുന്നവരാണെങ്കിൽ ചോദിക്കും ഇതിന് ഏതൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വീട് കയറ്റാൻ ഉദ്ദേശിക്കുന്നവരാണോ അതുപോലെ വീട് കയറ്റിക്കൊണ്ടിരിക്കുന്നവരാണോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. വീടിനെ പറ്റിയുള്ള ബഡ്ജറ്റും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഫുള്ളി ക്ലിയർ ആവുന്നതാണ്. എപ്പോഴും നമ്മളെ വീടിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് നമ്മളുടെ പ്ലാനിൻ്റെ സ്ക്വയർ ഫീറ്റും അതുപോലെ തന്നെ മെറ്റീരിയൽ സെലക്ഷനുമാണ്. അപ്പോൾ പല ടൈപ്പിലുള്ള മെറ്റീരിയൽ, ഇപ്പോൾ ഫൗണ്ടേഷൻ മുതൽ ഫിനിഷിംഗ് വർക്ക് വരെ നമുക്ക് ബഡ്ജറ്റായിട്ടും അതുപോലെ തന്നെ ഏറ്റവും കുറവ് എമൗണ്ടിലും സെലക്ട് ചെയ്യാവുന്ന മെറ്റീരിയലും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് വാൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെട്ടുകല്ലിൽ ചെയ്യാം അല്ലെങ്കിൽ സിമെൻറ്റ് ബ്ലോക്കിൽ ചെയ്യാം. രണ്ടും തമ്മിൽ ഒരു 20% ഡിഫറൻസ് എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ മെറ്റീരിയൽസിൻ്റെ കാര്യം. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫുൾ വൈറ്റ് തീമിലുള്ള ഈ ഒരു കൊളോണിയൽ വിത്ത് കണ്ടംപററി സ്റ്റൈലിലുള്ള ഈ ഒരു വീട് കേരളത്തിലെവിടെയും 16 ലക്ഷത്തിന് നിർമ്മിക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും ഈ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈൻ എല്ലാം ചെയ്യുമ്പോൾ റേറ്റ് പറയുന്നത് എപ്പോഴും ഫുൾ കോൺട്രാക്റ്റ് അല്ല, വർക്ക് കോൺട്രാക്റ്റ് കൊടുത്തിട്ട് മെറ്റീരിയൽ ക്ലയൻറ്റ് കൊടുത്ത് ചെയ്യിക്കുമ്പോഴുള്ള റേറ്റ് ആണ്. എപ്പോഴും ഒരു 20% പ്രോഫിറ്റ് ഏതൊരു കോൺട്രാക്ടർക്കും കിട്ടുന്നതാണ് ഏതൊരു കൺസ്ട്രക്ഷൻ വർക്കിലും. അങ്ങനെ വർക്ക് കോൺട്രാക്റ്റ് കൊടുത്ത് ചെയ്യുമ്പോൾ ഒരു 20% ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എഞ്ചിനീയറെ സൂപ്പർവിഷൻ ചാർജ് കൊടുത്തിട്ട് നിർത്തി കഴിഞ്ഞാൽ പ്രോഫിറ്റും അതുപോലെ തന്നെ വർക്ക് ക്വാളിറ്റിയും 100% ഉണ്ടാവുന്നതാണ്. ആദ്യം ഇനി ഈ ഒരു 3D എലിവേഷൻ്റെ പ്ലാൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. 1140 സ്ക്വയർ ഫീറ്റിൽ 3 റൂമുകളോട് കൂടിയ വീടിൻ്റെ പ്ലാനാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സിറ്റ് ഔട്ട് അത്യാവശ്യം വലുപ്പമുള്ള 14x5 ഫീറ്റിൻ്റെ സിറ്റ് ഔട്ടും സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലുപ്പമുള്ള 6 സീറ്ററോട് കൂടിയ ലിവിങ് അറേഞ്ച്മെൻറ്റും 10x11 ഫീറ്റാണ് ലിവിങ്ങിൻ്റെ ഏരിയ വരുന്നത്. 10 ഫീറ്റ് വീതിയും 11 ഫീറ്റ് നീളവും. ഈ ഓപ്പോസിറ്റ് വാളിലായി നമുക്ക് പാർട്ടീഷൻ ഡിസൈൻ മൾട്ടിവുഡിൽ നൽകി നമുക്കൊരു TV യൂണിറ്റ് എല്ലാം നൽകാവുന്നതാണ്. ഈ ഒരു TV യൂണിറ്റ് റൊട്ടേറ്റിംഗ് ടൈപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിവിങ്ങിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നും വ്യൂ കിട്ടാവുന്ന തരത്തിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ലിവിങ്ങിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലെഫ്റ്റിലോട്ട് സ്റ്റെയർ സ്പേസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് സ്റ്റെയറിൻ്റെ പൊസിഷൻ നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഡോറ് ഇവിടെ കൊടുത്തുകൊണ്ടാണ് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെയായി ഒരു ടോയ്ലറ്റും 5x6 അടിയുടെ ഒരു ടോയ്ലറ്റും നൽകിയിരിക്കുന്നു. കോമൺ ടോയ്ലറ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ബെഡ്റൂമിന്. അതുപോലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിനും 2 ബെഡ്റൂമിനും കൂടി ഒരു ടോയ്ലറ്റാണ് നൽകിയിരിക്കുന്നത്. ഇനി ഡൈനിങ് സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള 10x11 ഫീറ്റിൻ്റെ ഡൈനിങ് സ്പേസാണ് നൽകിയിരിക്കുന്നത്. അതായത് ഒരു 6 സീറ്ററോട് കൂടിയ ഡൈനിങ് അറേഞ്ച്മെൻ്റ് എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ കിച്ചൺ ഓപ്പൺ കിച്ചൺ മോഡലായിട്ട് സെറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പ്ലാനിൽ ക്ലോസ്ഡ് കിച്ചണായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് ഒരു കൗണ്ടർ സ്പേസ് എല്ലാം നൽകി 2 സീറ്ററോട് കൂടിയ കൗണ്ടർ സ്പേസോട് കൂടി ഓപ്പൺ കിച്ചൺ മോഡലായിട്ടും ഡിസൈൻ ചെയ്യാവുന്നതാണ്. 12x9 ഫീറ്റിൻ്റെ കിച്ചൺ അറേഞ്ച്മെൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതായത് ഈസ്റ്റ് ഫേസ് ചെയ്തൊരു സിങ്കും അതുപോലെ തന്നെ ഒരു സ്റ്റൗവും നൽകിക്കഴിഞ്ഞാലും നമുക്കൊരു ഫ്രിഡ്ജ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു സ്ലാബ് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഫുള്ളി ഒരു ഐലൻഡ് കിച്ചൺ മോഡലായിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു നീളം കൂടി വീതി കുറഞ്ഞ ടൈപ്പായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 റൂമാണ് നൽകിയിരിക്കുന്നത്. കന്നിമൂലയിലായി 11x11 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂമും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഫ്രണ്ടിലായി അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടി ഡ്രസ്സിങ് ഏരിയയോട് കൂടി 12x10 ഫീറ്റിൻ്റെ ഒരു റൂമും നൽകിയിരിക്കുന്നു. ഈ റൂമിൻ്റെ വാർഡ്രോബ് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു വിൻഡോ ബേ വിൻഡോ ആയിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ ലഭിക്കുന്നു. ഇവിടെ നിന്നാണ് എൻട്രൻസ് ഡോർ വരുന്നത്. ടോയ്ലറ്റ് നോക്കിയാലും വീതി കുറഞ്ഞ നീളം കൂടി ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് നൽകിയിരിക്കുന്നത്. അതായത് വാഷ് ബേസിനും WC നൽകിക്കഴിഞ്ഞാലും ഇവിടെ ഒരു ഷവർ സ്പേസ് എല്ലാം നൽകാവുന്ന ടൈപ്പിലാണ് നൽകിയിരിക്കുന്നത്. ബാക്കി 2 റൂം നോക്കിയാലും 11x11 ഫീറ്റിൻ്റെ ഒരു റൂമും 11x10.25 അതായത് ഒരു 11 ഫീറ്റോളം വരുന്ന 2 റൂമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 1145 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഈ ഒരു സ്റ്റെയർ റൂം അടക്കമാണ് ആ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഭാവിയിലേക്ക് മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അകത്ത് നിന്ന് തന്നെ സ്റ്റെയറും നൽകിയിരിക്കുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ 3D എലിവേഷൻ ഡിസൈൻ.
ഈ ഒരു ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫുള്ളി കൊളോണിയൽ വൈറ്റ് ബ്ലാക്ക് തീമിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നൊരു കണ്ടംപററി ടച്ചോട് കൂടി ഈ ഒരു സ്റ്റെയറിൻ്റെ ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് അത്യാവശ്യം വീതി കൂടി ഇവിടെ ലെഫ്റ്റ് സൈഡായി ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസും നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ടിൽ നിന്നും വ്യൂ കിട്ടാവുന്ന തരത്തിൽ ഇവിടെ ഒരു ഫൗണ്ടെയിനൊക്കെ ചെറിയൊരു ഫൗണ്ടെയിൻ സെറ്റ് ചെയ്താലും ഭംഗിയിൽ തന്നെ കിട്ടുന്നതാണ്. സിറ്റ് ഔട്ട് അത്യാവശ്യം വലുപ്പമുള്ള സിറ്റ് ഔട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു 3 to 4 ചെയറോളം നൽകാവുന്ന തരത്തിൽ. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ കോർണറിലായി ഒരു പില്ലറും ലെഫ്റ്റ് സൈഡിലൊരു പില്ലറും നൽകിയിരിക്കുന്നു. ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്ന മാത്രമാണ് ക്ലാഡിംഗ് സ്റ്റോൺ വർക്ക് നൽകിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം പുട്ടി വർക്ക് വിത്ത് വൈറ്റ് പെയിൻറ്റും പിന്നെ ഗ്രൂവ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡ് ബെഡ്റൂമിൻ്റെ ഫ്രണ്ടിലായി നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡിലായി പാർട്ടീഷൻ ചെയ്ത് ഗ്രൂവ് വർക്കും വിത്ത് പുട്ടി വർക്കുമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രൂവ് നൽകി അതിൻ്റെ അകത്ത് ബ്ലാക്ക് ലൈൻ ഇട്ടിട്ടുള്ള ഡിസൈനും നൽകിയിരിക്കുന്നു. ഈ ഒരു വീടിൻ്റെ റൈറ്റ് സൈഡ് ബെഡ്റൂമിൻ്റെ ടോപ്പിലായി ഡമ്മി ആയിട്ടാണ് ഈ ഒരു സ്ലോ പ്രൂഫ് നൽകിയിരിക്കുന്നത്. അതായത് മെയിൻ സ്ലാബ് ഫ്ലാറ്റ് ചെയ്തതിന് ശേഷം വെറും ഒരു 1.5 മീറ്ററാണ് ബാക്കോട്ട് ഈ ഒരു സ്ലോ പ്രൂഫ് വരുന്നുള്ളൂ. അതായത് നമ്മൾ താഴെ നിന്ന് നോക്കുന്ന നേരത്ത് നമുക്ക് ആകെ വീടിൻ്റെ ഈ ഒരു ഹാഫ് ഭാഗം തന്നെയാണ് കാണുള്ളൂ. സൈഡൊന്നും അധികം ഇല്ലാത്ത വീടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ലോ പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭംഗിയും എന്നാൽ അധികം നമുക്ക് ഒരു പ്രശ്നമോ അതായത് ഒരു കോസ്റ്റോ കയറാത്ത വിധത്തിലാണ് ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നോർമൽ പാരപ്പറ്റ് നൽകി ഗ്രിൽ വർക്കാണ് നൽകിയിട്ടുള്ളൂ. ഒരു ഫുള്ളി കൊളോണിയൽ തീമിൽ എന്ന ഒരു കണ്ടംപററി ഡിസൈനോട് കൂടി തന്നെയാണ് ഈ ഒരു വീടിൻ്റെ എലിവേഷൻ വന്നിരിക്കുന്നത്. എപ്പോഴും ഒരു വീടിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് ആ ഒരു വീടിൻ്റെ മെറ്റീരിയൽ സെലക്ഷനും അതുപോലെ തന്നെ പ്ലാനും 3D എലിവേഷനും വെച്ചിട്ടാണ്. ഇപ്പം നോർമലി നമ്മൾ ബ്ലോക്ക് വർക്കിൽ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വെട്ടുകല്ല് യൂസ് ചെയ്യാറുണ്ട്, ലാറ്ററൈറ്റ് സ്റ്റോണ്. അതുപോലെ തന്നെ നമുക്ക് വെട്ടുകല്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിമൻറ്റ് ബ്ലോക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സിമൻറ്റ് ബ്ലോക്ക് ചെയ്യുമ്പോൾ വെട്ടുകല്ലിൻ്റെ അപേക്ഷിച്ചിട്ട് ഒരു 30 രൂപ 40 രൂപ വ്യത്യാസം വരും. ഓക്കെ, ഒരു ബ്ലോക്കുമ്പോൾ ഒരു 30-40 രൂപ വ്യത്യാസം വന്ന ഒരു 1000 സ്ക്വയർ ഫീറ്റുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു 50,000 ഡിഫറൻസ് വരും. അപ്പോൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളുടെ ബഡ്ജറ്റ്. ഇപ്പോൾ മരത്തിൻ്റെ പോലെ തന്നെ സ്റ്റീലിനും ഒരേ റേറ്റാണ് വരുന്നത്. സ്റ്റീലിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് മരത്തിൻ്റെ യൂസ് ചെയ്യുന്നതായിട്ട് കുറവ് വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ആഞ്ഞില അല്ലെങ്കിൽ കരുവേലകൊക്കെ യൂസ് ചെയ്തിട്ട് മരത്തിൻ്റെ കട്ടില കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ വരുന്ന റേറ്റിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ സ്റ്റീലിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ മരം തന്നെ സെലക്ട് ചെയ്യായിരിക്കും, അത്യാവശ്യം ട്രീറ്റ് ചെയ്ത മരം സെലക്ട് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ മെയിൻ ഡോറ് കാര്യങ്ങളല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂം ഡോറൊക്കെ എപ്പോഴും വർക്ക് ഫിനിഷ് ആവുന്ന നേരം, അതായത് പ്ലാസ്റ്റർ വർക്കിന് ശേഷം നമ്മളെ യൂട്യൂബ് ചാനൽ നൽകിയിട്ടുണ്ട്. നമ്മൾ കട്ടില ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് ചെതൽ കാര്യങ്ങൾ വരുന്നതിൽ നിന്ന് കുറവും കിട്ടും. ഇപ്പോൾ മെയിൻ ഡോറ് കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു മെയിൻ ഡോറ് ഇപ്പോൾ ഈ ഒരു 3D എലിവേഷൻ നൽകിയിരിക്കുന്ന മെയിൻ ഡോറ് ചെയ്യാൻ നമുക്ക് തേക്കിൽ തന്നെ നോർമലി 6 ഇഞ്ചിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 30,000-40,000 രൂപയാണ് റേഞ്ച് വരുള്ളൂ. കട്ടിലയും ഡോറും അടക്കം അത്രയാണ് റേഞ്ച് വരുള്ളൂ. അത് ആഫ്റ്റർ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ചെതൽ കാര്യങ്ങൾ ഒരു മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും.